ഈ ട്രാൻസ്ജെൻഡേഴ്സിൻ്റെ ഇടയിലുള്ള സൂയിസൈഡിനെ കുറിച്ച് നമ്മൾ മനസ്സിലാക്കുമ്പോൾ പലരോടും സംസാരിക്കുമ്പോൾ മനസ്സിലായിട്ടുള്ളത് ഈ സ്നേഹത്തിന് വേണ്ടിയിട്ടുള്ള ഒരു ഏർജ് ഭയങ്കര കൂടുതലാണ്. അപ്പോൾ അത് ശരിയായ വണ്ണം കിട്ടാതെ വരികയോ അല്ലെങ്കിൽ ആ റിലേഷൻഷിപ്പ് ബ്രേക്ക് ആവുകയൊക്കെ ചെയ്യുന്നത് ഇതിനൊരു കാരണമായിട്ട് പലരും ചൂണ്ടിക്കാണിക്കുന്നുണ്ട്. ഈ പരിഗണന കിട്ടാത്തതൊക്കെ നമ്മളൊരു പാർട്ട്ണറിൽ നിന്ന് നേടാനൊക്കെ ഉള്ളൊരു ശ്രമത്തിൻ്റെ ഭാഗവും കൂടെ അതിനകത്തുണ്ടോ? എന്താണ് അതിൻ്റെ ഒരു അവസ്ഥ? എന്താണ് എൻ്റെ ലൈഫിൽ ഇതുവരെ ഉണ്ടായ റിലേഷൻഷിപ്പിൽ ഒരിക്കലും ഞാൻ അവരിൽ നിന്ന് ആകെ പ്രതീക്ഷയുള്ള സ്നേഹം മാത്രമാണ്. പക്ഷെ നമ്മൾ വിചാരിക്കുന്ന പോലെ ആയിരിക്കില്ല മനുഷ്യരെ നമ്മളെ സമീപിക്കുന്നത്. അതിപ്പോ സൗഹൃദത്തിലായാലും അല്ലെങ്കിൽ ഇപ്പൊ ഫാമിലിയിലായാലും ചെറിയൊരു വിശ്വാസക്കുറവ് എല്ലാ മനുഷ്യരോടും എനിക്കുണ്ട്. കാരണം അതാണ് അനുഭവം, ജീവിതത്തിൽ ഉണ്ടായിട്ടുള്ള അനുഭവങ്ങൾ അങ്ങനെയാണ്. നമ്മൾ ഈ ഒരു ട്രാൻസ് പേഴ്സൺ എന്നുള്ള രീതിയിൽ നമ്മളങ്ങ് അവരിൽ നിന്ന് കിട്ടുന്ന യഥാർത്ഥ സ്നേഹമായിരിക്കും, അവർ നമ്മളെ പ്യുവറായിട്ട് സ്നേഹിക്കുകയായിരിക്കും എന്നൊക്കെ വിചാരിച്ച് നമ്മൾ വേറൊന്നും പ്രതീക്ഷിക്കുന്നില്ല. നമ്മൾ കംപ്ലീറ്റ് ആയിട്ട് അവരിൽ നമ്മൾ എന്താ പറയുക ഇൻവെസ്റ്റ് ചെയ്യാണ്, നമ്മളെ തന്നെ ഇൻവെസ്റ്റ് ചെയ്യാണ്. അപ്പോൾ അവരിൽ നിന്ന് സ്നേഹം കിട്ടുന്ന പ്യുവറായിരിക്കും, നമ്മളെ ചേർത്ത് പിടിക്കും, ഇവരുണ്ടാവും നമുക്ക് എന്നൊക്കെ കരുതിയാണ് നമ്മൾ അവരോട്. പക്ഷേ അവിടെയൊക്കെ നമ്മൾ ഒരു സമയം നമ്മളത് മനസ്സിലാക്കും, നമ്മൾ പറ്റിക്കപ്പെടുകയായിരുന്നു, നമ്മൾ വഞ്ചിക്കുകയായിരുന്നു എന്നത്. ചില ആൾക്കാർ കാശിന് വേണ്ടിയിട്ട് നമ്മളിൽ നിന്ന് കാശുണ്ടാവും, അവരൊക്കെ ആരും ചോദിക്കാനും പറയാനൊന്നും ആരും ഇല്ലല്ലോ, അപ്പോൾ അവരിൽ നിന്ന് ഈസി ആയിട്ട് കുറച്ച് കാശ് കിട്ടുമായിരിക്കും എന്ന് കരുതി വരുന്ന ആൾക്കാർ. ചില ആൾക്കാർ എന്താണ് ഇവർ എന്ന് അറിയാൻ വേണ്ടിയിട്ട് അങ്ങനെ സമീപിക്കുന്ന ആൾക്കാർ. അങ്ങനെയൊക്കെയാണ് കൂടുതലും ഈ ട്രാൻസ് പീപ്പിളിൻ്റെ അടുത്തേക്ക് ഒരു സ്നേഹമായിട്ട് വരുന്ന ആൾക്കാരെന്ന് എനിക്ക് തോന്നിയിട്ടുണ്ട്. എപ്പോഴും സ്നേഹം എന്ന് കേട്ട വരുന്ന ആൾക്കാരോടത്ത് ഭയങ്കര എനിക്കൊരു വിശ്വാസക്കുറവാണ്, ഒരു അവിശ്വാസമാണ്. നമുക്ക് എൻ്റെ ലൈഫിൽ ഞാൻ മരിക്കണം എന്ന് തോന്നിയിട്ടുള്ളത് ഇങ്ങനെ ഒരു റിലേഷൻഷിപ്പിൽ ഉണ്ടായിരുന്ന സമയത്താണ്